നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സോസേജ് റെസിപ്പിയാണ് ഇന്നത്തേത്. റൈസിനും ചപ്പാത്തിക്കും എല്ലാം നല്ലൊരു കറിയായിട്ടോ അതല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന ചിക്കൻ സോസേജ് റോസ്റ്റാണിത്. ഇനി റോസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇതേപോലെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒരല്പം ഉപ്പും കുരുമുളകും കൂടെ വിതറി വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഫ്രീസറിൽ നിന്ന് സോസേജ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് അതിൻ്റെ ഐസെല്ലാം പോയി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് 2 സവാള, 5 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇതും റെഡിയാക്കി വയ്ക്കാം. പിന്നെ വേണ്ടത് സോസാണ്. സോയാ സോസും ടൊമാറ്റോ സോസും 2 ആവശ്യമുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വയ്ക്കാം. സവാള ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. സോസേജ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഒരു സോസേജ് 6 പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. മൊത്തം 12 സോസേജ് എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സോസേജും ചേർത്ത് കൊടുക്കാം. ഈ സോസേജിൽ തന്നെ ഓയിലുണ്ട്, അതുകൊണ്ട് ആദ്യം അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇളക്കി അത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇതേപോലെ ഈ സമയത്ത് വേണമെങ്കിൽ ഒരല്പം ഉപ്പും കുരുമുളക് ചതച്ചതും വിതറി കഴിക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്ത് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി, അധികം മഞ്ഞൾപ്പൊടി വേണ്ട. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 മിനിറ്റ് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം വലുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഈ പൊടികളങ്ങ് ഒരുപാട് മൂത്ത് പോകണ്ട, അതിന് മുമ്പ് തന്നെ സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരല്പം വലുതായിട്ട് അരിയണം. ഇനി പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഈ സവാള ഒന്ന് വാടിക്കിട്ടാനായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. സോയാ സോസിൻ്റെ അളവ് കൂടിപ്പോകരുത്, 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർക്കരുത്. ടൊമാറ്റോ സോസ് 3-3.5 ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഒരു 2.25 ടേബിൾ സ്പൂണേ ചേർക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി ഇതൊരല്പം ഗ്രേവിയോടുകൂടെ വേണം എന്നാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2-3 സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. പൗഡറിന് പകരം ചതച്ച കുരുമുളകാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. സോസിലും ഉപ്പുള്ളതുകൊണ്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറവുണ്ടെന്ന് തോന്നിയാൽ മാത്രം ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഓഫ് ചെയ്യാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ചൂടോടെ വിളമ്പാവുന്നതാണ്. ആകെ കൂടെ 15 മിനിറ്റേ വേണ്ടൂ. പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നതിന് പകരം വെറൈറ്റിക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ ഡിഷസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.